തിരുവനന്തപുരം മംഗലപുരത്ത് കൊല്ലപ്പെട്ട ഭിന്നശേഷിക്കാരിയായ വയോധിക ബലാത്സംഗത്തിനിരയായതായി റിപ്പോർട്ട്. വയോധികയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ് കണ്ടെത്തി. വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി ഷീജ ജയരാജ്. ഷീജ, പോക്സോ കേസിൽ ഉൾപ്പെടെ പ്രതിയായ ആൾ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നെ മറ്റ് വിവരങ്ങൾ എന്താണ് പോലീസുമായി ബന്ധപ്പെട്ട് നൽകുന്നത്? തീർച്ചയായും സിജു, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഭിന്നശേഷിക്കാരിയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മരണപ്പെട്ട നിലയിൽ കണ്ടെത്തപ്പോൾ തന്നെ പോലീസ് പരിശോധനയിൽ ഇവരുടെ ശരീരത്തിൽ മുറിവിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇത് കൊലപാതകമാണെന്ന സംശയം ഉണ്ടായിരുന്നു. തുടർന്നാണ് CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതും പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും. തുടർന്ന് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായപ്പോഴാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് അന്വേഷണ സംഘത്തിന് നൽകിയ വിവരമനുസരിച്ചാണ് ഈ ഭിന്നശേഷിക്കാരിയായ 69-കാരി ബലാത്സംഗത്തിനിരയായതായി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുള്ളതായി ഈ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരണത്തിന് കാരണമായത് ഇവർ വീഴ്ചയിൽ ഇവരുടെ തല ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇടിച്ചപ്പോൾ ഉണ്ടായ തല ഇടിച്ചപ്പോൾ ഉണ്ടായ ആഘാതത്തിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കൈമാറിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ പ്രതി കുറ്റം ഈ കുറ്റം ചെയ്തോ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇതുവരെ അത്തരത്തിൽ ഒരു മൊഴിയും നൽകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇയാൾ പോസ്കോ കേസ് പ്രതി കൂടിയാണ്. നിലവിൽ ഇയാൾ കവർച്ചയുടെ ഭാഗമായി അവിടെ എത്തിയതാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ പോലീസിൽ നിന്നും ഷീജാണ് വിവരങ്ങൾ നൽകിയത്. മംഗലപുരത്ത് കൊല്ലപ്പെട്ട വയോധിക ഭിന്നശേഷിക്കാരിയായ വയോധിക ബലാത്സംഗത്തിനിരയായെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നു. ഷീജാണ് വിവരങ്ങൾ നൽകിയത്.